നാളെ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. വിശ്വാസികളോട് ഒരു കാര്യം പറയാനുണ്ട്. ഉപകാരപ്രദമായ ഒരു അറിവാണ്. അടുത്ത വർഷം റജബ് അവസാനത്തെ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വർഷക്കാലം സാമ്പത്തിക പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ഏതൊരാവശ്യങ്ങൾക്കും മതിയായ പണം കയ്യിലുണ്ടാകും വിധം നമുക്ക് സുഖമായി കഴിയാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ വീഡിയോ അല്പം വൈകിയാണ് ചെയ്യുന്നത്. ഇയാൾ പറയുന്നത് അവസാനത്തെ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. ഇത് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലെത്തുക, അല്ലെങ്കിൽ ചിലപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ആവും എഡിറ്റ് ചെയ്ത് കഴിയാൻ വൈകി കഴിഞ്ഞാൽ. എന്തായാലും ഇതിൽ പറയുന്നത് റജബ് അവസാന വെള്ളി പണക്കാരനാകാമെന്നും പറഞ്ഞിട്ടാണ്. തലയിലൊരു കെട്ടുണ്ട്. മൊയ്ലിയാർ പണിയാണ്, മൊയ്ലിയാർ ജോലിക്കാരനാണെന്ന് തോന്നുന്നുണ്ട്. റജബ് മാസത്തിൽ മുസ്ലിങ്ങളെ പിഴപ്പിക്കാൻ വന്ന മുസ്ലിയാർ, ഉസ്താൻ എന്നാണ് മുസ്ലിയാർ എന്നതിനേക്കാൾ ഒന്നുകൂടി ആപ്റ്റാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഉസ്താൻ ഉസ്തട്ടെ. കടമൊന്നും വരികയില്ല, ആവശ്യങ്ങളൊക്കെ വീടപ്പെടും. വളരെ മാനസികമായി സാമ്പത്തികമായി സുഖമുള്ള ഒരു അവസ്ഥ. അല്ല, ഇതൊക്കെ പറയേണ്ട അല്ലേ. ഇപ്പം എനിക്ക് 2025 സ്റ്റാർട്ടിങ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2025 അവസാനം 2026 ഒക്കെ ആയപ്പോൾ സാമ്പത്തികമായിട്ട് പരാധീനതകൾ മാത്രമാണ്. ഇത് നേരത്തെ ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമായിരുന്നോ? അതുകൊണ്ട് ഞാൻ റജബിൽ നോമ്പെടുക്കാനായിട്ടാണോ എനിക്ക് പരാധീനതകൾ വന്നത്? ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ പട്ടിണിയും പരിവട്ടം ആവട്ടെ. കാരണം റജബിൽ എന്തായാലും ആ ബിദഅത്ത് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിലിനി ദാരിദ്ര്യം പിടിച്ചിട്ടാണ് മരിച്ചാലും വേണ്ടില്ല. ഇതാണ് വിശ്വാസം. പറ മൊയ്ലിയാരെ. വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഇതിന്റെ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി ആരാ തരുന്നത്? തൊള്ളപ്പുട്ട് പോരാ, ആ പല്ലും ചെറിയും കൊണ്ട് പറഞ്ഞാൽ പോരാ. ദീനാണോ പറയണത്? തെളിവ് പറ. ഖുർആനിലെ ആയത്ത് പറയണം, ഏതാണ് സൂറത്തെന്നും അതിലത്തെ ആയത്ത് ഏതാണെന്നും പറയണം. അതറിയില്ലേ? ഹദീസ് പറയണം. ഇല്ലെങ്കിൽ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വാറോലയിൽ പറയാ ചെങ്ങായിയെ. അതിന് ആകെ ചെയ്യേണ്ടത് അഹ്മദു റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 35 പ്രാവശ്യം ഖത്വീബ് മിമ്പറിലായിരിക്കുമ്പോൾ ചൊല്ലുക എന്നുള്ളതാണ്. അല്ല, അതൊരു 36 വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഒരു 33, ഒരു 2 കുറക്കാൻ പറ്റുമോ? പറ്റുമോ? അല്ല, പറ്റുമോ? പറ്റൂല്ലെങ്കിൽ വിട്ടോന്ന് തന്നെ പറയാനുള്ളത്. പറ്റുമെങ്കിലും വിട്ടോ. ഇതൊക്കെ വിടുകയാണ് നല്ലത്. അത് പോട്ടെ, ഇത് ആരെ എൻ്റെ അടുത്ത് പറഞ്ഞത്? വഹി കിട്ടിയതാണോ? വഹി ജിബ്രീൽ ഇങ്ങനെ താങ്ങി കൊടുന്നു തന്നതാണോ? എന്നിട്ട് തലീ കണ്ടിട്ട് തന്നതാണോ? എന്തെന്നോണയാണ് മൊയ്ലിയാരെ പറയണത്? ഉസ്തിക്കോ? അത് ഈ വിവരം പറയുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് അമീൻ ബിൻ ഫളില്ലാഹിൽ മുഹിബ്ബിൽ ഹമബി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. ആ മഹാപണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതൻ ഏത് ആയത്ത്, ഏത് ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മൊഴിഞ്ഞിട്ടുള്ളത്? അത് മൂപ്പര തൊള്ളപ്പുട്ടാണ്, മൂപ്പരുടെ സ്വപ്നമാണ്, മൂപ്പർക്ക് വഹി കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റൂല. ഇസ്ലാമിൽ അങ്ങനെ പറ്റൂല. ഏതെങ്കിലും പണ്ഡിതൻ എന്ന് പറയുന്ന ഏതെങ്കിലും പട്ടണം എന്തെങ്കിലും പറഞ്ഞാൽ കുറേ പൊട്ടന്മാരത് കേൾക്കും. പക്ഷേ ഞങ്ങൾക്കത് പറ്റൂല. പറ്റാത്തതുകൊണ്ടാണേ ദയവായിട്ട് ക്ഷമിക്കണം. നിങ്ങൾ ഏറ്റിക്കോളി. പറയാനാണ്. ഹിജ്റാബ്ദം 1111 വഫാത്തായി പോയ ആളാണ്. എപ്പോൾ വഫാത്തായിട്ടും കാര്യമില്ല, എപ്പോൾ ജനിച്ചിട്ടും കാര്യമില്ല. അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇല്ലാത്ത ഒരു വാദവും വാറോലയും ഇവിടെ എടുക്കൂല. അത് കാണുന്ന മുറകെ ചവിട്ടിത്തെറിപ്പിക്കും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാന്റെ ഗ്രന്ഥത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ, പ്രവൃത്തി, മൗനാനുവാദം ഇതുപോലെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ച ഹദീസ് ഗ്രന്ഥത്തിലോ വല്ലതും കണ്ടുക്കണോ? ഇന്നേവരെ കണ്ടുക്കണോ? ഇല്ല. പിന്നെന്താ കണ്ടുക്കണേ? ആരോ എവിടെ എഴുതി വെച്ചിക്കണോന്ന് ആ ഗ്രന്ഥം ഇയാൾ കണ്ടുക്കണോ? ഇല്ല. അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടെന്ന് അറിയോ? അല്ല, അതിങ്ങനെ പറഞ്ഞ് പാട്ടുപാടി കേട്ടിട്ടുണ്ട്. ആ പാട്ടിൽ കിട്ടിയ പാട്ടല്ലേ ഇപ്പോൾ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വല്ലതും സത്യസന്ധമായിട്ട് ഈ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണ്ടാവും. ഉസ്താമാരെ, എന്താണ് ഈ കൗം ഇങ്ങനെയായത്? അതുപോലെ തന്നെ കൻസുൻ നജാഹ് വസ്സുറൂർ ഫിൽ അദ്ഇയത്തി ലത്തി തശ്റഹു സുദൂർ എന്ന് പറയുന്നു. നോണ പറയാണ്. കാര്യം എന്താണെന്നറിയോ? എന്തായാലും ആൾ പറഞ്ഞ ആ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മൂപ്പർ എന്നെ തപ്പിത്തടഞ്ഞാണ് വായിക്കണത്. ഏതോ ആരോ ഷിയാക്കൾ എവിടെ വയല് കേട്ടിട്ടാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ വല്ല ഗ്രന്ഥമുണ്ടോ?
അത് അഹ്ലുസുന്ന അംഗീകരിക്കുന്നതാണോ ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത്? ഇതിന് വഹീൻ്റെ കയ്യൊപ്പ് വേണം. അള്ളാഹിൻ്റെ റസൂലിലൂടെ അല്ലാതെ ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം എന്താണ്? നമ്മുടെ പ്രയാസങ്ങൾ തീരുന്ന പറഞ്ഞാൽ അള്ളേന് പ്രയാസം തീർത്ത് തരണ്ട്. അല്ലാണ്ട് ഇവിടെ ഒരു ഉസ്താന് ഒരാളുടെ പ്രയാസം തീർത്തു കൊടുക്കാൻ കഴിയില്ല. ഓലെ പ്രയാസം തന്നെ തീരുന്നില്ല, ഓലെ വെറി തന്നെ തീരുന്നില്ല. ഈ നാട്ടുകാരെ മുമ്പിൽ കജ്ജിയിട്ടിയും കൊണ്ട് നടക്കുകയാണ്. ഓലാണ് ഈ നാട്ടുകാർ കൊടുത്തിട്ട് വേണം ഓലിക്ക് അല്ലേ കാര്യങ്ങൾ നടത്താം. എന്നിട്ട് നാട്ടുകാരൊക്കെ പ്രയാസം തീർക്കാൻ നടക്കുക. എന്നിട്ട് എന്താ ഇയാളെ പ്രയാസം തീരാറുണ്ട്? പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അല്ലാമ അബ്ദുൽ ഹമീദ് മുഹമ്മദ് അലി അൽ മക്കി എന്ന് മക്കി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ചാടിയിട്ട് വീണോ? പറയേ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതില്ലാന്ന് തന്നെ പറയും. മക്കാരനായ ഷെയ്ഖ് അബ്ദുൽ ഹമീദ് എന്ന ഒരു മഹാനായ പണ്ഡിതൻ തന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം, അതായത് കൻസുൻ നജാഹി വസ്സുറൂർ. അല്ല, നിർത്തിക്കാം മതി. അല്ലെന്നല്ലല്ലോ ഈ അബ്ദുൽ ഹമീദ്, അള്ളാന്റെ റസൂലും അല്ലല്ലോ, വഹിയില്ലല്ലോ, നിലച്ചു പോയില്ലേ വഹി? എവിടുന്നേ പോലിക്ക് ഇത് കിട്ടിയത്? അത് ചോദിച്ചിക്കണോ? അതിനുള്ള അന്തം വേണ്ടല്ലേ? എന്തായാലും റജബ് സംബന്ധമായിട്ടൊരു ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കണ്ടേ. ഇതിൻ്റെയൊക്കെ പൊട്ടപ്പോയത്തം കേട്ടാലേ അല്ലോ ഓലെ കാര്യം കട്ടപ്പുകയായിരിക്കും. ഇൻഷാ അല്ലാ റജബ് സംബന്ധമായിക്കൊണ്ടുള്ള ആ വിവരക്കേടുകൾ ഒക്കെ ഒന്ന് തീരുമാനമാക്കി തരുന്ന ചെറിയൊരു പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സംഘടന എന്നാലും ദീനീയായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഈ കേരള യാത്ര സമാപിക്കേണ്ടത് 17-ാം തീയതിയാണ്. 17-ാം തീയതി അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. കാരണം മാസം ഇപ്പുറത്താകാൻ സാധ്യത വിചാരിച്ചു. പക്ഷേ നമ്മള് 17 നിശ്ചയിച്ചു. അതിപ്പോ നോൻപായി. എന്താ കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ? അത് മുഅക്കദല്ലാത്തതുകൊണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കണ്ടാവുന്ന നിലയ്ക്ക്. എന്താ കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ? അത് മുഅക്കദല്ലാത്തതുകൊണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കണ്ടാവുന്ന നിലയ്ക്ക്. റജബ് മാസത്തിൽ റജബിന്റെ 27 രാവ് ഇസ്രാ മിഅ്റാജിന്റെ മിഅ്റാജ് നോമ്പ് എടുത്തുകൊണ്ട് പ്രത്യേക നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ് എന്ന പേരിൽ പ്രത്യേകം ആഘോഷിക്കുന്നതിന് ഒരു തെളിവുമില്ല, ഒരു അടിസ്ഥാനവും അക്കാര്യത്തിലില്ല. ഇമാം അബൂ ശാമ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ വദക്കറ ബഅദുൽ ഖുസ്സാസ് അന്നൽ ഇസ്റാ കാന ഫി റജബ്. ചില കഥാകാരന്മാർ ഖുസ്സാസുകൾ, ദീനിൽ പ്രത്യേകമായ വിജ്ഞാനമില്ലാത്ത ആളുകളെ അവരുടെ വികാരം ഇളക്കിവിടുന്നതിനു വേണ്ടി പ്രസംഗിക്കുന്ന ഖുസ്സാസുകൾ, കഥാകാരന്മാർ, അവർ റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ വദാലിക ഇൻദ അഹ്ലി തഅദീൽ വൽ ജർഹ് അഈനുൽ കദിബ്. ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള ആളുകൾ അവരുടെ അടുക്കൽ ഇത് തന്നെയാണ് തനിച്ച കളവ്. റജബിലാണ് മിഅ്റാജ് നടന്നത് എന്നത് ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ അരികിൽ അത് തന്നെയാണ് തനിച്ച കളവ് എന്ന് ഇമാം അബൂ ശാമ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി